ഹായ്, എല്ലാവർക്കും സിനീസ് ഫുഡ് കോർട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മൾ ബ്രെഡും അതുപോലെ തന്നെ ഏത്തപ്പഴവും കൂടെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ശരിക്കും സ്വീറ്റ് ബ്രെഡ് പോള എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഈ നോമ്പ് കാലത്തൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പി കൂടിയാണിത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കണം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ട് ചേർക്കുന്നുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മൾ ഈ ഫില്ലിങ്ങിൽ നട്ട്സൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മുന്തിരി കൂടെ ചേർക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് അതും ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഈ നെയ്യിൽ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പഴമാണ്. ഏത്തപ്പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 2 നല്ല പഴുത്തിട്ടുള്ള പഴം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫില്ലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നല്ല പഴുത്ത പഴം എടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുള്ളൂ, കാരണം പഴത്തിന് തന്നെ അത്യാവശ്യം നല്ല മധുരമുണ്ട്. ഇനി പഴമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരോ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല പഴുത്ത പഴമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടും നമുക്ക്. ഇപ്പോൾ പഴം ചെറുതായിട്ടൊക്കെ വെന്ത് നല്ല ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പോളം തേങ്ങ ചിരകിയത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ പഴവും അതുപോലെ തേങ്ങയും എല്ലാം കൂടി ഇങ്ങനെ നെയ്യിൽ വാട്ടിയുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. തേങ്ങ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് കൂടെ ചേർക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. നമുക്കൊരു 8 മുതൽ 10 സ്ലൈസ് വരെ ബ്രെഡ് വേണം. ബ്രെഡിൻ്റെ സൈഡൊക്കെ ഞാനിവിടെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ എടുത്തിട്ടുള്ളതാണ്. ഇനി ഒരു ബൗളിലേക്ക് നമുക്കൊരു 3 മുട്ട വേണം. 3 മുതൽ 4 മുട്ട വരെ എടുത്താലും കുഴപ്പമില്ല. ഞാനിവിടെ ഇപ്പോൾ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും ചേർത്തിട്ട് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ഞാൻ നന്നായി ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു പാത്രം വെച്ച് ചൂടാക്കുക. ഞാനിപ്പോൾ ഇതുപോലൊരു കടായിയാണ് വെച്ചിട്ടുള്ളത്. അതിലാദ്യം തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ മുട്ടയുടെ ബാറ്ററിയിൽ നിന്ന് ഒരു 1/4 ഭാഗം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടാണ് ഇത് ഒഴിക്കുന്നത്. ഇപ്പോൾ ഒരു 1/4 ഭാഗം ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം. ഇപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മളിതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ബ്രെഡ് ലെയറായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ഓരോ ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ മുട്ടയുടെയും പാലിൻ്റെയും ഈ ഒരു മിക്സിൽ ഒന്ന് മുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ചിട്ട് ലെയർ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാ ബ്രെഡ് സ്ലൈസും വെച്ച് കൊടുക്കുക. അപ്പോൾ സൈഡിലൊക്കെ ഇതുപോലെ സ്പേസ് ഉള്ളിടത്തൊക്കെ ബ്രെഡ് മുറിച്ചിട്ട് വെച്ച് കൊടുത്താൽ മതി. ആ ഒരു ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യുന്ന രീതിയിൽ എല്ലാ ഭാഗത്തും വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇതുപോലെ എല്ലാ ഗ്യാപ്പിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പഴത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. പഴത്തിൻ്റെ മിക്സ് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ടും നമ്മൾ ബാക്കിയുള്ള ബ്രെഡ് നമ്മുടെ മുട്ടയുടെ മിക്സിൽ മുക്കിയിട്ട് നേരത്തെ വെച്ചതുപോലെ തന്നെ വെച്ചിട്ട് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഇത് വെക്കുന്ന സമയത്ത് ഒട്ടും ഗ്യാപ്പില്ലാതെ എല്ലാ ഭാഗത്തും ബ്രെഡ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക. ഫില്ലിംഗ് ഒന്നും ഒട്ടും കാണാത്ത രീതിയിൽ ഞാനിതുപോലെ എല്ലാ ഭാഗത്തും ബ്രെഡ് വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മുകളിലേക്കായിട്ട് ബാക്കിയുള്ള മുട്ടയുടെ ആ ഒരു മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള മിക്സും മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ ഇതുപോലൊരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഡയറക്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെയാണ് നമ്മൾ വേവിച്ചിട്ടെടുക്കേണ്ടത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു പാനിലേക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അപ്പുറത്തെ സൈഡ് കൂടെ ഒരു 5 മിനിറ്റ് കൂടെ നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം അടച്ച് വെച്ചിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്നും കൂടെ മുരിയിച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ 2 സൈഡും കുറച്ച് മൊരിയുന്ന രീതിയിലാക്കിയിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട്
റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മളിത് മുറിച്ചെടുക്കേണ്ടത്. ഇപ്പം നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഞാനൊന്ന് മുറിച്ചുകൂടെ കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്. അതുപോലെ ഉള്ളിൽ ഫില്ലിങ്ങും ഒക്കെ ആയിട്ട് കണ്ടില്ലേ, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ബ്രെഡും മുട്ടയും അതുപോലെ ഉള്ളിൽ നമ്മൾ നെയ്യിലൊക്കെ വാട്ടിയ പഴത്തിൻ്റെ ഫില്ലിങ് കൂടെ വരുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്